നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകം 382 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാധ്യമരംഗത്ത് പുതിയ ചുവടുവെപ്പുമായി ന്യൂസ് ബയോഗ്രഫി കോൺക്ലേവ് സംഘടിപ്പിച്ച് കേരള മീഡിയ അക്കാദമി. മാധ്യമരംഗത്ത് ദീർഘകാല സേവനം നടത്തിയവരുടെ അനുഭവങ്ങളും സംഭാവനകളും പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ജീവവായു എല്ലാവർക്കും ലഭ്യമായ സംസ്ഥാനത്താണ് നമ്മളുള്ളതെന്ന് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ പറഞ്ഞു. കേരള മീഡിയ അക്കാദമി ന്യൂസ് ബയോഗ്രഫി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 സീനിയർ ജേർണലിസ്റ്റുകളുടെ മാധ്യമ ജീവിതകഥ അദ്ദേഹം അക്കാദമി വെബ്സൈറ്റിലും യൂട്യൂബിലും ലിങ്ക് ചെയ്ത് പ്രകാശനം ചെയ്തു. ജേർണലിസം ചരിത്രത്തിന്റെ ആദ്യ രൂപമാണിത്. മാധ്യമപ്രവർത്തകരുടെ മാധ്യമജീവിതം കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. For this very important effort at documenting the professional journeys and media autobiographies of 100 senior journalists. It's a very important task. We are a state where the oxygen of secularism and democracy is still available to all. It's something which it's a very special feeling if you actually go to Delhi and some of these places. Not only is oxygen literally a problem, but oxygen in the form of progressive social values in many parts of India are under threat. I have no doubt that the Kerala Media Academy is in the forefront of protecting these values in Kerala. And as I inaugurate this program, these two programs, and this conclave, I look forward to enriching this history and recording this progressive history, very important history of journalism in Kerala. Thank you. Thank you. Thank you. മീഡിയ അക്കാദമി തയ്യാറാക്കിയ കേരളീയരായ പ്രവാസി മാധ്യമ പ്രവർത്തകരുടെ ലഘുവിവരണമുള്ള പ്രവാസി മാധ്യമ ഡയറക്ടറി, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV സുഭാഷ് IAS പ്രകാശനം ചെയ്തു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചെന്നൈ റെസിഡന്റ് എഡിറ്റർ അരുൺ റാം ആദ്യ കോപ്പി സ്വീകരിച്ചു. മാധ്യമപ്രവർത്തനം വളരെ വെല്ലുവിളി നേരിടുന്ന കാലമാണിതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മുൻ ചീഫ് സെക്രട്ടറിയും കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർപേഴ്സണുമായ VP ജോയി IAS പറഞ്ഞു. സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സത്യത്തിന്റെ 1-2% മാത്രമാണ് അവിടെ വ്യാപരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള മീഡിയ അക്കാദമിയുടെ കാക്കനാട്ടെ ക്യാമ്പസിൽ പുതുതായി ഉയരുന്ന ആസ്ഥാന മന്ദിരത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കുമെന്ന് മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഇത്തരമൊരു സംരംഭത്തിന് യഥാർത്ഥത്തിൽ ആദ്യം തുടക്കം കുറിച്ചത് മീഡിയ അക്കാദമിയുടെ നേരത്തെയുള്ള സെക്രട്ടറി ആയിരുന്ന മോഹനാണ്. അദ്ദേഹം 8 പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ അവരുടെ മാധ്യമ ജീവിതം ക്യാമറയിൽ ചിത്രീകരിച്ചു. അതിനുശേഷം ഈ മാധ്യമ സംഘത്തെ, ഈ പ്രവർത്തനത്തിന്റെ സംഘത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ കൂട്ടത്തിലുള്ള PV മുരുകനാണ്. അദ്ദേഹം 70 പേരുടെ ഇതിനുള്ള ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്തായിരുന്നു മാധ്യമപ്രവർത്തനം എന്ന് മനസ്സിലാക്കാനുള്ള, ഏത് തലമുറയ്ക്കും മനസ്സിലാക്കാനുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ് ഇതിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പൊ ഈ ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ക്ലേശം സഹിച്ച് എത്തിയിട്ടുള്ളവരുണ്ട്. ഈ അഭിമുഖം തന്നിട്ടുള്ളവരിൽ വ്യത്യസ്ത പത്രപ്രവർത്തനത്തിന്റെ വ്യത്യസ്ത ശാഖയിലുള്ളവരുണ്ട്. സാമ്പത്തിക രംഗത്തുള്ളവരുണ്ട്, സാംസ്കാരിക പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ളവരുണ്ട്, എല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോ ഇതിലുള്ള പല സ്റ്റോറിയും യഥാർത്ഥത്തില് ഒരു ചലച്ചിത്രം പോലും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കഥകളുള്ളതാണ്. എന്തായിരുന്നാലും സീനിയർ ജേർണലിസ്റ്റുകളുടെ മാധ്യമ ആത്മകഥ ഇന്നു മുതൽ കേരള മീഡിയ അക്കാദമിയുടെ യൂട്യൂബിലും വെബ്സൈറ്റിലും ഇന്നു മുതൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആർക്കും ഇത് കാണാനായിട്ട് കഴിയും. നമ്മളൊരു 100 പേരുടെ
മാധ്യമ ജീവിതകഥ എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ 78 പേരുടെയായി. ബാക്കിയും കൂടി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പോഡ്കാസ്റ്റിലേക്ക് കൂടി മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ കാര്യങ്ങൾ ദൃശ്യമായിട്ട് ഉള്ള കാര്യം മാത്രമല്ല, ശ്രവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൂടി അത്യാവശ്യം യാത്രകളിലെല്ലാം പോകുമ്പോഴത്തേക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പോഡ്കാസ്റ്റിലേക്ക് കൂടി ഇത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം ഒരു പരിപാടിക്ക് വന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും വരവേൽക്കുന്നതിന് ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്ന് നമ്മളെല്ലാം പറയുന്ന മാധ്യമപ്രവർത്തനം, അത് ഈ നൂറ്റാണ്ടിൽ വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സംഭവമാണ്. അത് ഒരു പരിധിവരെ 2016 പോസ്റ്റ് ട്രൂത്ത് വേൾഡ് എന്ന് ഓക്സ്ഫോർഡ് ഡിക്ലറിയൊക്കെ വിശദീകരിച്ച ആ ഘട്ടത്തിൻ്റെ ആരംഭത്തോടെ സത്യം എന്നത് എല്ലാവരുടെയും ഒരു സ്വകാര്യ സ്വത്തായി മാറുകയും അത് പല രീതിയിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ വളരെ ലഭ്യമാവുകയും ചെയ്തതോടെ സത്യത്തെ സംബന്ധിച്ച ഉൾക്കാഴ്ച നേടിയ വ്യക്തിത്വങ്ങളുടെ പ്രാധാന്യം സമൂഹത്തിൽ കുറഞ്ഞു വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ സംജാതമായിട്ടുള്ളത്. അതൊരു വെല്ലുവിളിയാണ്. കാരണം 2000 മുമ്പുള്ള കാലഘട്ടത്തിൽ ഉള്ള മാധ്യമ പ്രവർത്തനം 2000 ശേഷമുള്ള കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വ്യത്യാസമുണ്ടെന്ന് നാം എല്ലാം അറിയാം. ലോകം തന്നെ വലിയ സങ്കീർണമായ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം നേരിടുന്ന വെല്ലുവിളി നമ്മൾ വളരെ ശ്രദ്ധയോടെ ഗൗരവപൂർവ്വം കണക്കിലെടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഈ 4ാമത്തെ തൂണ്, സമൂഹത്തിനെ താങ്ങി നിർത്തുന്ന ഈ 4ാമത്തെ തൂണ്, അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിലകൊണ്ടില്ലെങ്കിൽ അത് ലോകത്തിന് തന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിന് സംശയമില്ല. നമുക്ക് അറിയാം, നമ്മുടെ സമൂഹം, ജനാധിപത്യ സമൂഹങ്ങളെല്ലാം എല്ലാ പൗരന്മാർക്കും കൊടുക്കുന്ന അവകാശങ്ങളുണ്ട്. അമേരിക്കയിലെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തോമസ് ജെഫേഴ്സൺ ഉണ്ടാക്കിയപ്പോൾ we hold this truth to be self-evident that all men are created equal and all of them have the right for liberty, pursuit of happiness and justice എന്നൊക്കെ എഴുതി വയ്ക്കുന്നുണ്ടായി. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ എല്ലാവർക്കും ഉറപ്പുവരുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, justice, social, economic and political, liberty of thought expression, belief, faith and worship, equality of status and of opportunity, and fraternity, assuring the dignity of the individual and the unity and integrity of the nation. എന്ന് തുടങ്ങുന്നത് നമ്മുടെ ഭരണഘടന. അതിൻ്റെ ഒരു തൂണായിട്ടാണ് മാധ്യമ പ്രവർത്തനം പ്രവർത്തിക്കേണ്ടത്. അതിന് ഈ സത്യം എന്ന് പറയുന്നതിന് വളരെ ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത് പ്രയാസമാണെങ്കിൽ കൂടി ഈ സബ്ജക്റ്റീവ് ട്രൂത്ത് അത് അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സബ്ജക്റ്റീവ് ഫാൾസ്ഹുഡ് വളരെയധികം പരക്കാത്ത രീതിയിൽ ഒരു ഒതോറിറ്റേറിയനായിട്ടുള്ള ഒരു സത്യത്തിൻ്റെ ഒരു മുഖം കാണിച്ചു കൊടുക്കാൻ മാധ്യമങ്ങൾ വളരെയധികം ബാധ്യസ്ഥരായി വന്നിരിക്കുന്നു. ഒരുപക്ഷെ അത് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ വലിയൊരു ഉത്തരവാദിത്വമായി കൂടി വന്നിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്ന ഈ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരുടെ പ്രാധാന്യം. പ്രൊഫസർ വി കെ രാമചന്ദ്രൻ, വി പി ജോയ് IAS, ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ കെ കുഞ്ഞികൃഷ്ണൻ എന്നിവർ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. മീഡിയ മെമ്മോയർ 100 തയ്യാറാക്കിയ മുതിർന്ന മാധ്യമപ്രവർത്തകനും മാധ്യമ അധ്യാപകനുമായ VP മുരുകന് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. അക്കാദമി സെക്രട്ടറി ശ്രീ അരുൺ SS സ്വാഗതവും ജനറൽ കൗൺസിൽ അംഗം സുരേഷ് വെള്ളിമംഗലം നന്ദിയും പറഞ്ഞു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP അച്യുതനാണ് ഇന്ന് മൈ സ്റ്റോറിയിൽ. ജനയുഗത്തിന്റെ മുൻ പത്രാധിപരും മുൻ രാജ്യസഭാംഗവുമായിരുന്നു അദ്ദേഹം. ദീർഘകാലം മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ച ശേഷമാണ്
CPI നോമിനിയായി രാജ്യസഭയിലെത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. BCom ആയിരുന്നു, എൻ്റെ കോമേഴ്സ് ആയിരുന്നു. കോമേഴ്സ് എക്സാം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ എന്നോട് കോഴിക്കോട്ട് ചെല്ലണം പറഞ്ഞ് പാർട്ടി ഓഫീസ്. ഞാൻ അന്ന് ജില്ലാ സെക്രട്ടറിയാണ്, AISFൻ്റെ വൈസ് പ്രസിഡൻറ്റും ജില്ലാ സെക്രട്ടറിയാണ്. ആള് കുറവായതുകൊണ്ട് അങ്ങനെയാണ് അന്ന് സംഭവിക്കുക. അപ്പോൾ കുമാരൻ മാഷാണ് അന്ന് ജില്ലാ സെക്രട്ടറി. അപ്പോൾ ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല, നീ ഇവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യണം, SF-ൻ്റെ ചുമതല എടുത്ത് ജില്ല കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാക്കും. ശരി, എനിക്കിപ്പോൾ എന്തായാലും എന്താന്നുള്ള മട്ടിൽ ഞാൻ ശരിയാന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഫുൾ ടൈമേഴ്സിന് ഇതിനൊക്കെ നിൽക്കുന്നവർ കാശ് കൊടുക്കാനുള്ള വകുപ്പൊന്നുമില്ല, പാർട്ടിക്കും ഇല്ല, സംഘടനയ്ക്കും ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യും, നീ നവജീവനിൽ ചേര്, നവജീവനിൽ ഒരു ട്രെയിനി ആയിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇവിടെ നിൽക്കാനുള്ള കാശ് കിട്ടും. ശരി, അതിന് കുഴപ്പമില്ല. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ നവജീവനിൽ ചേർന്നു. നവജീവൻ എന്ന് പിന്നെ അന്നത്തെ മുണ്ടശ്ശേരി മാഷ് ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ തൃശ്ശൂർ. അത് കഴിഞ്ഞിട്ട് അത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത് കാരണം ദേശാഭിമാനി മാർക്സിസ്റ്റുകാർ കൈയടക്കിയപ്പോൾ മലബാർ പ്രദേശത്തേക്ക്, മലബാറും തൃശ്ശൂർ മുതലുള്ള അങ്ങോട്ടേക്ക് CPIക്ക് ഒരു പത്രമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇടവ് നികത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നവജീവൻ തുടങ്ങിയത്, കോഴിക്കോട്ട് തുടങ്ങിയത്. ആദ്യം TKG നായരായിരുന്നു പത്രാധിപർ. TKG സാമ്പത്തിക പ്രയാസം തന്നെ, ഒരു പിടിച്ചു നിൽക്കാൻ കഴിയാതെ TKG അതിൽ നിന്ന് പോയി, അവിടുന്ന് മാറി മനോരമയിൽ ചേർന്നു. അപ്പോൾ ആണ് KK വാര്യർ തൃശ്ശൂർ പിന്നെ പത്രാധിപരായിട്ട് ചുമതലയെടുത്ത്. ഞാൻ ചെല്ലുമ്പോൾ KK വാര്യറാണ്, കീരൻ എന്ന് വിളിക്കുന്ന കീരനാണ് അവിടെ ഉള്ളത്. അപ്പോൾ കീരൻ ചോദിച്ചാൽ എന്താ ഇപ്പം വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, നമുക്ക് പത്രം ഏതെങ്കിലും പിന്നെ പാർട്ടി ഓഫീസിലൊക്കെ പോകുമ്പോൾ പത്രം വായിക്കാമെന്നല്ലാതെ വേറെ ഒരു ബന്ധവുമില്ല. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിൽ നമുക്ക് പത്രം വരുത്താനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഇതായിട്ടുള്ള അടുത്ത ഒരു ചായക്കടയുണ്ട്, അവിടെ ചെന്നാൽ മാതൃഭൂമി പത്രം കിട്ടും. അപ്പോൾ എല്ലാ വാർത്തകളും അറിയാം, അതുമാത്രമാണ് പത്രമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഞാൻ കീരനോട് പറഞ്ഞ് എനിക്ക് ഇതുമായിട്ടൊന്നും വേറെ പത്രപ്രവർത്തനം എന്താണെന്ന് എനിക്കറിയില്ല, അതൊന്നും കുഴപ്പമില്ല, സ്വയം പഠിച്ചോളൂ, സംഘടനാ പ്രവർത്തനം നല്ല ധൈര്യം വേണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശരി. പിറ്റേ ദിവസം പിന്നെ മുതൽ തുടങ്ങാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തുടങ്ങാൻ പറഞ്ഞപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ തന്നെ, നവജീവൻ ഓഫീസ് തന്നെ താമസം. അപ്പം ഞാൻ മാത്രമല്ല, അന്ന് പിന്നെ TK വിജയരാഘവൻ PRD ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടൊക്കെ പോയ TK വിജയരാഘവൻ, MT ദിവാകരൻ, ജനകീയത്തിൻ്റെ പിന്നീട് പത്രാധിപരായിരുന്ന ദിവാകരൻ തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. കുഞ്ഞിരാമൻ കാരയാട് കവി, പിന്നെ ആളു പ്രഭാകരൻ തുടങ്ങിയിട്ടുള്ള ഇവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ താമസിക്കുക. അപ്പോൾ അവിടെ തന്നെയാണ്, അതായത് പഴയ ഒരു ഇതാണ്, പിന്നെ നെയ്ത്തുശാലിയായിരുന്നു. ആ കെട്ടിടമാണ് ജനകീയത്തിൻ്റെ നവജീവൻ്റെ ഇതായിട്ട് മാറ്റിയത്. എന്ത് ജോലിയും ചെയ്യും, പത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ജോലിയും മടികൂടാതെ ചെയ്യാനുള്ള ഒരു കരുത്ത്, അതാണ് അക്കാലത്ത്. അത് എനിക്ക് മാത്രമല്ല, മിക്കവാറും ആ സമയത്ത്. കാരണം ഇത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പത്രപ്രവർത്തനത്തെ കണ്ടത്. അല്ലാതെ നമ്മൾ പിന്നെ ജേർണലിസം കോഴ്സ് പാസ്സായിട്ട് അങ്ങനെ അതല്ല. അനുഭവം ഇതാണ്. രാമനുണ്ണി ആണ്, T രാമനുണ്ണി, ദേശാഭിമാനിയിലെ ലേഖകനായിരുന്നു. അപ്പം അങ്ങനെയാണ് പിന്നെ പ്രധാന ആള്. പിന്നെ ഞാനും വേറൊരു ട്രെയിനി ആയിട്ടുള്ളൊരു കക്ഷിയുണ്ട്. അപ്പം അന്ന് പിന്നെ ഉണ്ണിയേട്ടനില്ല. ഉണ്ണിയേട്ടനാണ് സ്ഥിരമായിട്ട് ഇതിപ്പോൾ അവിടെ നാഗി ഫുട്ബോൾ നടക്കുക.
ഫുട്ബോൾ ടൂർണമെൻറ്റ്, വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ കീര എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇയാൾ പോയിട്ട് നാഗി ഫുട്ബോൾ കവർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫുട്ബോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും കോഴിക്കോട്ട് വരുമ്പോൾ ഒക്കെ. പിന്നെ നാഗ്യം ഫുട്ബോൾ നടക്കുന്ന സമയമാണെങ്കിൽ കാണാറുണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ അതൊന്നുമില്ല. അയാൾ നിങ്ങളതിൻ്റെ കീരം പറഞ്ഞ അതിൻ്റെ സാങ്കേതിക ഇതിലൊക്കെ ഒന്നും പോണ്ട. എന്താണ് ഒരാൾ കാണുന്ന നേരത്തെ ഫുട്ബോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത് അതുപോലെ എഴുതിയാൽ മതി. ശരി. ഞാൻ പോയി പിന്നെ ക്ലാസ്സൊക്കെ എടുത്ത് എഴുതി പിന്നെ കൊണ്ടുവന്നപ്പോൾ ഡെസ്കിൽ കൊടുത്തപ്പോൾ ഒരു അന്ന് അവിടെ ഉണ്ടായിരുന്ന BR കേശവൻ പിന്നെ തുടങ്ങി വളരെ കുറച്ച് ഇതായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പം ചെറിയ ഇതൊക്കെ വേണ്ടി ഇതൊരു നല്ല ഇതാണ്, നീ ഇത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമ്മുടെ വായനക്കാർക്ക് ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ജനറൽ ഇത് വേറെ ഇതിലൊരു സ്പെഷ്യലൈസേഷനൊന്നുമില്ല. ഒരു ദിവസം ഇന്നേതാണ് പത്രസമ്മേളനത്തിന് പോകണമെന്ന് പറയും, ആരാന്ന് വെച്ചാൽ അതിന് പോവും, സമരത്തിൻ്റെ ഇതിന് പോകണത് അങ്ങനെ. അല്ലാതെ ഒരു സ്പെഷ്യലൈസേഷനും അന്ന് അതിലില്ല, ആളുമില്ല, അത്രേ വേണ്ടു. പുതുതായിട്ട് വരുന്നവരോടൊക്കെ പറയുന്നത് നിങ്ങൾ എന്തെഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ മുള്ളിക്കോടൻ രാമൻ ഇത് മനസ്സിലാകണം. മുള്ളിക്കോടൻ രാമന് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിക്കാവും എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയ ഇതൊന്നുമില്ലാത്ത പാണ്ഡിത്യമൊന്നും ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷ ഉപയോഗിക്കണം. അതാണ് കേരളീയൻ നമുക്കൊക്കെ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ നൽകുന്ന ഉപദേശം. 70-ൽ നവജീവൻ്റെ സ്ഥാനത്ത് തന്നെ ജനയുഗം തുടങ്ങി. അതായത് കൊല്ലത്തിൻ്റെ ഒരു ഇതായിട്ട് ജനയുഗം തുടങ്ങണം എന്ന് പറഞ്ഞ് പാർട്ടി തീരുമാനമാണ്. ഈ നവജീവൻ നിർത്തിയിട്ട് അത് ജനയുഗമാക്കി കൺവേർട്ട് ചെയ്യും. അതേ സ്ഥലം, അതേ ഇത്, ആൾക്കാരൊക്കെ അത് തന്നെ. അങ്ങനെയാണ് ജനയുഗം തുടങ്ങിയത്. 1970-ലാണ് കോഴിക്കോട് എഡിഷൻ എന്നുള്ള നിലക്ക് തുടങ്ങുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യണമെന്നത് മനുഷ്യന്റെ വിലപ്പെട്ട അവകാശങ്ങളാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. കേരളത്തിൽ നവോത്ഥാന പ്രക്രിയ അർത്ഥവത്തായി സമ്പൂർണമായി സംഭവിച്ച പ്രദേശം എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട്. പക്ഷേ നവോത്ഥാനം എന്ന വാക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് കടന്നു വന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്യൻ നവോത്ഥാനം അല്ലെങ്കിൽ യൂറോപ്യൻ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നവോത്ഥാനം എന്ന പദം കൊണ്ട് കേരളത്തിൽ അർത്ഥമാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരുന്നു. വ്യത്യസ്തമായൊരു ചിന്താ പദ്ധതി, വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് കാരണമായി തീർന്ന ചില ആലോചനകൾ, എല്ലാ രംഗങ്ങളിലും, കലയിലും സാഹിത്യത്തിലും ശില്പകലയിലും ശാസ്ത്രത്തിലും ശാസ്ത്രീയ വീക്ഷണത്തിലും എല്ലാം അത് സംഭവിക്കുകയുണ്ടായി. ആ നവോത്ഥാന പ്രക്രിയയുടെ പ്രവർത്തനത്തിൻ്റെ അമരത്ത് നിന്ന് അല്ലെങ്കിൽ ഏറ്റവും കാതലായ സംഭാവന നൽകിയ ഒരാളായിരുന്നു ഗലീലിയോ ഗലീലി. ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ കഴിഞ്ഞ ദിവസമായിരുന്നു, ഫെബ്രുവരി 15 1564. എന്നുവെച്ചാൽ 462 വർഷം മുമ്പായിരുന്നു ഗലീലിയോയുടെ ജനനം ഇറ്റലിയിൽ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷമായ സംഭാവന എന്ന് പറയുന്നത് ഗോളശാസ്ത്രത്തിലാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്നുവരെ കത്തോലിക്ക സഭ അംഗീകരിച്ചിരുന്ന ശാസ്ത്ര തത്വമായി എന്ന നിലയിൽ അംഗീകരിച്ചിരുന്നത് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നായിരുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആർക്കും അങ്ങനെ ഇപ്പോഴും തോന്നിപ്പോയേക്കാം. പക്ഷെ അങ്ങനെ സഭയുടെ പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തത്വം മുന്നോട്ട് വച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഈ ഇറ്റാലിയൻ ജ്യോതി ശാസ്ത്രജ്ഞനെ കത്തോലിക്ക സഭ വത്തിക്കാനിൽ
തടവിന് വിധിച്ചു. 9 വർഷത്തെ വീട്ടുതടങ്കലിലാണ് ഗലീലിയോ വിധേയനായത്. എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ എന്ന് പറഞ്ഞതിന്. ഞാനിവിടെ ഇപ്പോൾ ഈ പരിപാടിയിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംഭാവനയെ മുൻനിർത്തിയല്ല. അദ്ദേഹത്തിന് ശരി എന്ന് തോന്നിയ ഒരു കാര്യം, ഒരു അഭിപ്രായം, അത് സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്നതിനുള്ള അനുവാദം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. അദ്ദേഹം 9 വർഷം എന്ന് വെച്ചാൽ മരണം വരെ വീട്ടുതടങ്കലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. മരിച്ചപ്പോഴും അദ്ദേഹം അവസാനമായി പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്, കൗതുകകരവുമാണ്. ഭൂമി ഇപ്പോഴും സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഈ പരിപാടിയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷി എന്ന നിലയിലാണ്. അദ്ദേഹത്തിൻ്റെതായ നിഗമനങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം ഒരു ശാസ്ത്ര സത്യം കണ്ടെത്തി. ആ ശാസ്ത്ര സത്യം അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് എല്ലാ അധികാരങ്ങളും പോപ്പിനായിരുന്നു. ഹോളി റോമൻ എംപയർ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? ആ അധികാര സ്ഥാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് വീട്ടുതടങ്കലിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുകയും ആ അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ട് മുമ്പായി താൻ പറഞ്ഞതാണ് ശരി എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്ത ഗലീലിയോ ഗലീലി. ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഈ പങ്ക്തിയിൽ പലപ്പോഴായി ഞാൻ പറയാറുണ്ട്. എത്ര ആവർത്തിച്ചാലും അതിൻ്റെ അർത്ഥം തേഞ്ഞു പോകാത്ത ശാശ്വതമായ സത്യമാണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്മേലാണ് ഈ യൂറോപ്പിൻ്റെ അവരുടെ ഈ കൾച്ചറൽ റിനൈസൻസ്, നവോത്ഥാനം ഒക്കെ അവർ കെട്ടിപ്പടുത്തത്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഭരണഘടനയിൽ അനുച്ഛേദം 19(1)(a) ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഭരണഘടനകൾ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇംഗ്ലീഷ് കവി മിൽട്ടൺ, അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിന് നൽകാൻ തയ്യാറാക്കിയ നിവേദനത്തിൽ പറഞ്ഞത്, സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനുള്ള അവസരം എനിക്ക് നൽകുക, എനിക്ക് മറ്റ് ഒരു സ്വാതന്ത്ര്യവും ആവശ്യമില്ല എന്നായിരുന്നു. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിന്, ആ ചിന്ത സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതിന്, സ്വതന്ത്രമായി സംസാരിക്കുന്നതിന്, അതൊക്കെ മനുഷ്യൻ്റെ വിലപ്പെട്ട അവകാശങ്ങളാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. പക്ഷെ ഇപ്പോൾ മറ്റൊന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച്, നിങ്ങൾ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന മനുഷ്യാവകാശം, മൗലികാവകാശം, അതിൻ്റെ ഗുണമേന്മ നിർണയിക്കപ്പെടേണ്ടത്. അവിടെയാണ് നമുക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ഈ ആഗോള പത്രസ്വാതന്ത്ര്യ സൂചികയിലൊക്കെ നമ്മുടെ സ്ഥാനം വളരെ താഴ്ന്നു നിൽക്കുന്നത് ആ നിലവാരത്തിനൊത്ത ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ഇന്ത്യയിൽ ലഭ്യമല്ല എന്ന കാരണത്താലാണ്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് മാധ്യമ സ്വാതന്ത്ര്യവുമായോ അല്ലെങ്കിൽ അത്തരം മേഖലകളുമായോ ഒന്നും ബന്ധപ്പെടാതെ തൻ്റെതായ നിരീക്ഷണം, ആ നിരീക്ഷണത്തിലൂടെ ശാശ്വതമായ, സ്ഥായിയായ, ഒരിക്കലും മാറ്റം വരാത്ത ഒരു ശാസ്ത്ര സത്യം കണ്ടെത്തിയ ഗലീലിയോ ഗലീലി എന്ന ജ്യോതിശാസ്ത്രജ്ഞനെ ഈ പരിപാടിയിൽ അനുസ്മരിക്കേണ്ടി വന്നത്. ഇതോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.